ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. പ്രകാശം പരത്തുന്നവർ എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ആ പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ പാഠഭാഗത്തിന്റെ ആ ഒരു തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രകാശം പരത്തുന്നവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം സന്തോഷങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവരെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ മഹത് വ്യക്തികളെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ അനുഭവം ഗുരുപ്രസാദം എന്ന പാഠഭാഗത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? യെസ്, നമുക്കൊരു പാഠഭാഗമുണ്ട് ഗുരുപ്രസാദം. ആ ഗുരുപ്രസാദം എന്ന പാഠഭാഗത്തില് നമ്മുടെ കഥകളി നടനായ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ അനുഭവമാണ് നമ്മൾ പഠിക്കുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. ഇതുപോലെ വേറെയും കലാരൂപങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ലേ? നമുക്കറിയാം കഥകളി എന്ന് പറയുമ്പോൾ എന്താണ്? കലകളുടെ രാജാവാണ്. കേരളത്തിൽ കൊണ്ടുവന്ന ഒരു കലാരൂപമാണ് കഥകളി. അത് മാത്രമല്ല നമ്മുടെ അഭിനയവും അതുപോലെ തന്നെ മ്യൂസിക്കും അതുപോലെ തന്നെ ഡാൻസും എല്ലാം സമാസമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഥകളി എന്ന് പറയുന്ന കലാരൂപം വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നല്ല കൃത്യമായ ആ ഒരു ചിട്ടയും അതുപോലെ തന്നെ കൃത്യമായ പ്രാക്ടീസും ഒക്കെ എന്താണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കാൻ നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്: പ്രാദേശിക ഉത്സവങ്ങളിലൂടെയോ സ്കൂൾ കലോത്സവങ്ങളിലൂടെയോ നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും ഒരു കലാരൂപം ലളിതമായി പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു കലാരൂപം ഒന്ന് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കലാരൂപത്തെ പറ്റി ഒരു ചെറിയതായിട്ട് അല്ലെങ്കിൽ അതിനെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കത്ത് എഴുതുക. ഓക്കെ, അപ്പൊ എങ്ങനെ കത്ത് എഴുതുന്നത്? കത്ത് എഴുതുമ്പോൾ കൂട്ടുകാര് ഇവിടെ എന്ത് എഴുതണം? നമ്മുടെ ഡേറ്റും അതുപോലെ തന്നെ പ്ലേസും എഴുതാന് മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ അഭിസംബോധനയാണ്. പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട പേരെഴുതുക. ഇനി നമുക്ക് എങ്ങനെയാ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് ചെറിയൊരു കുശലാന്വേഷണം ഒക്കെ നടത്തണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിനക്ക് സുഖമാണോ? ഇപ്രാവശ്യം ജില്ലാ കലോത്സവം എന്റെ സ്കൂളിലായിരുന്നു. യെസ്, ആദ്യം ഒന്ന് അഭിസംബോധന ചെയ്തതിന് ശേഷം നമ്മളിതാ നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ജില്ലാ കലോത്സവം എവിടെയായിരുന്നു? എന്റെ സ്കൂളിലായിരുന്നു. നീ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എല്ലാ ദിവസവും പോകാൻ കഴിഞ്ഞില്ല, എങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ നടന്ന ചില പരിപാടികൾ ഞാൻ നേരിട്ട് കണ്ടു കേട്ടോ. പൂരക്കളി എന്ന കലാരൂപം ഞാൻ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തി. എന്തായിരുന്നു? നമ്മൾ ഏത് കലാരൂപത്തെ പറ്റിയാണ് പറയുന്നത്? പൂരക്കളി. കായികാധ്വാനം ഏറെ ആവശ്യമുള്ള ഒരു കലാരൂപമാണ്. കളരിപ്പയറ്റ് നീ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, കളരിപ്പയറ്റ് നീ കണ്ടിട്ടുണ്ടോ? കളരിപ്പയറ്റ് നിനക്ക് അറിയാമെങ്കിൽ നമ്മുടെ പൂരക്കളി കൂട്ടുകാരിക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന ബോധം നമ്മുടെ കൂട്ടുകാരിക്ക് ഉണ്ട് കേട്ടോ. അതിനോട് സാമ്യമുണ്ട്. വാളും പരിചയം ഒക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മുടെ പൂരക്കളി കളിക്കുന്നത്. കളരിപ്പയറ്റിലേതുപോലെ ഉടുത്തുകെട്ടി കളിക്കാർ ഉയർന്നു ചാടി കളിക്കും. പിന്നെ പരസ്പരം ചോദ്യം ചോദിച്ച് മത്സരിക്കും. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. കളരി രീതിയെ പറ്റി പറഞ്ഞു തന്നത്, കളരിയല്ല കളി രീതിയെ പറ്റി പറഞ്ഞു തന്നത് അച്ഛനാണ്. വടക്കൻ കേരളത്തിലൊക്കെ ഇത് അനുഷ്ഠാനമായി നടത്താറുണ്ടത്രേ. സൗകര്യപ്പെട്ടാൽ നീ ഈ കലാരൂപം ഒന്ന് കാണണം. പിന്നെ മറ്റെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മറുപടി എഴുതുമല്ലോ. സ്നേഹപൂർവ്വം നമ്മുടെ കൂട്ടുകാരിന്റെ പേരും കേട്ടോ. അപ്പൊ പൂരക്കളി എന്ന് പറയുന്ന ആ ഒരു ചെറിയ കലാരൂപത്തെ വളരെ ഈസി ആയിട്ട് വളരെ വ്യക്തമാവുന്ന രീതിയിൽ നമ്മുടെ കൂട്ടുകാരി ഇതാ തന്റെ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കലാരൂപം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കളരിയുമായിട്ട് നമ്മുടെ കൂട്ടുകാരി എന്താണ് ചെറിയ സാമ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കലാരൂപം ഒന്ന് കാണാനൊന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മറുപടി അയക്കാനും കൂട്ടുകാരിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കത്ത് എഴുതേണ്ട രീതിയും കത്ത് എഴുതുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളും നമ്മുടെ ചോദ്യം അനുസരിച്ച് കത്ത് എഴുതാനും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക? ഈ ചോദ്യങ്ങളൊക്കെ മക്കൾ സെറ്റായിട്ട് പഠിച്ചിട്ട് ഉഷാറായിട്ട് എക്സാം എഴുതാൻ നമുക്ക് മുഴുവൻ മാർക്കും നേരിടാം. മുഴുവൻ മാർക്കും നമുക്ക് കിട്ടും. നമ്മൾ ഓൾ സെറ്റ് ആയിട്ടിരിക്കും. അപ്പം അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ.